ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ നാടൻ പഴംപൊരി നമ്മുടെ വൈകുന്നേരങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് പണ്ട് തുടങ്ങിയൊരു ശ്രേഷ്ഠ പദവിയുള്ള ഒരു നാടൻ പലഹാരം. ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും വിരുന്നുകാർക്കും കൊടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും അതേസമയം നല്ല ക്രിസ്പിയുമായിട്ടുള്ള പഴംപൊരി. ഇതിനാവശ്യമായിട്ടുള്ള 1.5 കപ്പ് മൈദ, ഗോതമ്പൊടിയും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിക്ക് പകരം റവ ചേർത്ത് കൊടുക്കാം, കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അത് ടേസ്റ്റ് മേക്കറാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണിത്. സോഡാപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആകാനൊന്ന് പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട. ഇത് ചേർത്തൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്. ഉപ്പൊരു നുള്ള്, മധുരം ബാലൻസ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി എടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ചേർക്കരുത്. വളരെ ലൂസായി പോയാൽ നമ്മുടെ മാവ് ശരിയാവില്ല, പഴത്തിൽ പിടിക്കില്ല. അപ്പോൾ ഇതാ ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ തൊലി കറുത്ത പഴുത്ത പഴങ്ങളാണ് ഏറ്റവും ഉത്തമം. അത് ഞാൻ ഒരു പഴം 3ആയിട്ട് ഇങ്ങനെ നീളത്തിൽ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇതാ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് നമ്മുടെ മാവിൽ മുക്കി എടുത്ത് തിളച്ച എണ്ണയിലേക്ക് കൈ പൊള്ളാതെ സൂക്ഷിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് ലോയിൽ വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ലോയിലേക്ക് തന്നെ മാറ്റാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓരോരോ കഷ്ണങ്ങളും നമുക്ക് നമ്മുടെ മാവിൽ മുക്കി എണ്ണയിലേക്ക് അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. അപ്പോൾ ഇതേ ഒരു വശം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വശം മുരിഞ്ഞാൽ തിരിച്ചിടുക. പിന്നെ അത് പെട്ടെന്ന് തന്നെ ശരിയായിക്കോളും. അത് ശരിയായി. ഇതാ പഴം എടുക്കുന്നു, മുക്കുന്നു, എണ്ണയിലേക്കിടുന്നു, മുരിയിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ പഴംപൊരി എല്ലാം റെഡിയായി. ഇനിയൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായല്ലേ. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.